നമസ്കാരം. നമുക്കിടയിൽ ധാരാളം മോഷണങ്ങൾ അരങ്ങേറുന്നു. രാഷ്ട്രീയക്കാർ നേതൃത്വം കൊടുക്കുന്ന കൊള്ള നമ്മൾ കണ്ടു പരിചയിച്ചതാണ്. പക്ഷേ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കൊള്ളയായിരുന്നു ശബരിമലയിലെ അയ്യപ്പനെ മോഷ്ടിക്കാൻ കമ്മിക്കൂട്ടങ്ങൾ നടത്തിയ വൃത്തികേട്. അവർക്ക് അയ്യപ്പൻ്റെ ശ്രീകോവിൽ പോലും മോഷ്ടിക്കാൻ പൂതി കയറി. ശ്രീകോവിലിൻ്റെ കട്ടിളപ്പടികളും ദ്വാരപാലക ശില്പവുമൊക്കെ അവർ അടിച്ചു മാറ്റി. അതിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം അവർ ഇളക്കിക്കൊണ്ടുപോയി. എത്ര കിലോ സ്വർണം ശബരിമലയിൽ നിന്നും ഇവർ അടിച്ചു മാറ്റി എന്നതിൻ്റെ കണക്കൊന്നും ഇപ്പോഴും വ്യക്തമല്ല. എത്ര കാലമായി ഇവർ കൊള്ള നടത്തുന്നു എന്നതിന് പോലും വ്യക്തമായൊരു കണക്കില്ല. ഭണ്ഡാരപ്പെട്ടിയിൽ പോലും കൈയിട്ട് വാരുന്ന നികൃഷ്ട ജന്മങ്ങളാണ് ഇവരെന്ന് നമ്മൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ഇവരുടെ ഈ മോഷണത്തിന് മാറി മാറി വരുന്ന സർക്കാരുകൾ കൂട്ടുനിന്നിരുന്നു. 10 വർഷം തുടർച്ചയായി CPMകാർ ഭരിച്ചതുകൊണ്ട് കൊള്ള മുതൽ കൂടുതൽ കൊണ്ടുപോയത് അവരാണെന്ന് മാത്രം. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായി ഉത്തരവാദിത്വ ബോധമുള്ള ഒരു നിയമജ്ഞൻ വന്നതോടെ അയാൾക്ക് സംശയം തോന്നുകയും ഒരു പ്രാഥമിക റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കുകയും ചെയ്തു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന സ്വർണ്ണക്കൊള്ള മുഴുവൻ പുറത്തു വന്നത്. ഹൈക്കോടതി തന്നെ കൊള്ളാവുന്ന ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഒരു കാര്യം മാത്രം കോടതി ചിന്തിച്ചില്ല. കോടതിയുടെ മേൽനോട്ടമാണെങ്കിലും ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് പിണറായി പോലീസിനെയാണല്ലോ എന്ന കാര്യം. 10 വർഷത്തെ പിണറായി ഭരണം മൂലം പോലീസുകാരുടെ നീതിബോധം നഷ്ടപ്പെട്ടു എന്നത് ഹൈക്കോടതി മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയിട്ടും ഹൈക്കോടതിക്ക് പോലും മനസ്സിലായില്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടമുള്ളതിനാൽ മാധ്യമങ്ങളും വേണ്ടത്ര ശ്രദ്ധ അവരുടെ മേൽ ചുമത്തിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സകല കൊള്ളക്കാരെയും കള്ളന്മാരെയും വെളുപ്പിച്ചെടുത്ത് അവർ സ്ഥലം കാലിയാക്കിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അന്വേഷണ സംഘം ഹാപ്പിയാണ്. ഇനി പുതിയ സർക്കാർ വരും, പുതിയ സംഘമുണ്ടായെന്ന് വരാം, പുതിയ സാഹചര്യം രൂപപ്പെട്ടെന്ന് വരാം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നിലവിലുള്ള ഭരണാധികാരികളെ രക്ഷിച്ചെടുത്ത് അവർക്ക് തലയൂരാൻ കഴിഞ്ഞു. 12 പേരായിരുന്നു 2 കേസുകളിലായി പ്രതി ചേർക്കപ്പെട്ടവർ. ചേർത്തവരിൽ എല്ലാം തന്നെ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരോ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് അംഗവും അടക്കമുള്ള രാഷ്ട്രീയക്കാരോ ആയിരുന്നു. ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ, മുൻ പ്രസിഡന്റും ദേവസ്വം ബോർഡ് കമ്മീഷണറും മുൻ വിജിലൻസ് ജഡ്ജുമായിരുന്ന N വാസു തുടങ്ങിയ വമ്പന്മാരായിരുന്നു ഈ കൊള്ളക്കേസിലെ പ്രതികൾ. അവരിൽ പലരും സുപ്രീം കോടതി വരെ ജാമ്യാപേക്ഷയുമായി പോയിട്ടും രക്ഷപ്പെട്ടില്ല. അയ്യപ്പൻ്റെ പണം കൊള്ളയടിച്ചിട്ട് നാണമില്ലേ ഇങ്ങോട്ട് വരാൻ എന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞു ഈ കള്ളന്മാരുടെ ജാമ്യാപേക്ഷ. എന്ന് വെച്ചാൽ കേസിൻ്റെ വിചാരണ കഴിഞ്ഞ് ശിക്ഷിക്കുന്നത് വരെ ഇവർ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടു. ഈ കള്ളന്മാരിൽ ഒരാൾ ഒരു മുതിർന്ന പോലീസ് ഓഫീസറുടെ പിതാവായിരുന്നു. അതുകൊണ്ട് ആദ്യം മുതലേ പ്രതി ചേർത്തെങ്കിലും അയാളെ രക്ഷിക്കാൻ പോലീസ് കിണഞ്ഞു ശ്രമിച്ചു. ഒടുവിൽ ഒരു ഹൈക്കോടതി ജഡ്ജി നിങ്ങൾ എന്തിനാണ് അയാളെ രക്ഷിക്കുന്നത്, ഉന്നതനായതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സോടെ അറസ്റ്റ് ചെയ്യുന്നത്. ശങ്കർദാസ് എന്ന ഈ മഹാനാവട്ടെ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി കോമയിലാണ് എന്ന് കള്ളം പറഞ്ഞ് കൃത്രിമ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു എന്ന് തെളിയിക്കാൻ മാസ്കും വെച്ച് ആശുപത്രിയിൽ മലർന്നു കിടന്നു. സ്വകാര്യ ആശുപത്രിയിലെ ആഡംബര മുറി ICU ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ശങ്കർദാസിന് സംരക്ഷണം ഒരുക്കി കൊടുക്കുകയായിരുന്നു എല്ലാവരും ചേർന്ന്. ആ ചിത്രമൊക്കെ കാണിച്ച് ഇയാളെ വെറുതെ വിടണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടത് പോലീസായിരുന്നു. പക്ഷെ കോടതി സമ്മതിച്ചില്ല. അന്വേഷിക്കാൻ ആളെ വിട്ടു. ചുമതലപ്പെട്ട ജഡ്ജി വന്ന് കണ്ടിട്ട് ഇയാൾ ഇവിടെ കിടക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ടും ശങ്കർദാസിനെ രക്ഷിക്കാൻ പോലീസ് ഒത്തുകളിച്ചു. അയാളെ മെഡിക്കൽ കോളേജിലെ സെല്ലിലേക്ക് മാറ്റി. പക്ഷേ അവിടെയും കോടതിയുടെ ഇടപെടലുണ്ടായി. ജയിലിലെ സെല്ലിലേക്ക് മാറ്റേണ്ടി വന്നു. ഈ ശങ്കർദാസ് അടക്കം സകല പ്രതികളും ഇപ്പോൾ ജയിൽ മോചിതരായിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ജാമ്യം കിട്ടിയത് ശങ്കർദാസിനാണ്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ അറസ്റ്റിലായ ശങ്കർദാസ് ജയിൽ സെല്ലിലും മെഡിക്കൽ കോളേജ് സെല്ലിലുമായി 3 മാസം പൂർത്തിയായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ടാണ് ശങ്കർദാസിന് ജാമ്യം കിട്ടിയത്. ബൈജു എന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനും തന്ത്രിയും ഒഴികെ 12 പ്രതികളിൽ 10 പേർക്കും സ്വാഭാവിക ജാമ്യമാണ് കിട്ടിയത്. നമ്മുടെ രാജ്യത്തെ നിയമമനുസരിച്ച് ഒരാളുടെ മേലൊരു കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാൽ 90 ദിവസത്തിനകം അയാളുടെ മേലുള്ള കുറ്റം കോടതി അറിയിക്കണം, കുറ്റപത്രം കൊടുക്കണം. 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കാൻ അന്വേഷണ സംഘം പരാജയപ്പെട്ടാൽ സ്വാഭാവികമായ ജാമ്യം എന്നത് അവരുടെ അർഹതയാണ്. സുപ്രീം കോടതി വരെ പോയി ജാമ്യം കിട്ടാത്ത ഇവരെ ജയിലിന് പുറത്തിറക്കാൻ ഈ പഴുതാണ് പോലീസ് വിദഗ്ധമായി ഉപയോഗിച്ചത്. അന്വേഷണം പൂർത്തിയായില്ല എന്ന് പറഞ്ഞ് പോലീസ് കുറ്റപത്രം കൊടുത്തില്ല. 6 മാസത്തിലധികമായി പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിച്ചു തുടങ്ങിയിട്ട് 1.5 മാസം കൊണ്ട് റിപ്പോർട്ട് തരാനായിരുന്നു കോടതി ആദ്യം ആവശ്യപ്പെട്ടത്. പിന്നീട് അത് നീട്ടിക്കൊടുത്തു. 6 മാസമായിട്ടും പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല. വേണമെങ്കിൽ പ്രാഥമിക കുറ്റപത്രം കൊടുത്തിട്ട് കൂടിച്ചേർക്കലുകൾ പിന്നീട് നടത്താവുന്നതാണ്. അങ്ങനെ പ്രാഥമിക കുറ്റപത്രം 90 ദിവസത്തിനകം കൊടുത്താൽ
പ്രമാണിമാരൊക്കെ ജയിലിൽ തന്നെ കഴിയേണ്ടി വരും എന്നതുകൊണ്ട് മനഃപൂർവ്വം ഒത്തുകളിച്ച് കേസ് അട്ടിമറിക്കുകയായിരുന്നു. ഒരൊറ്റ പ്രതിക്കെതിരെയും കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് ഇപ്പോഴും അന്വേഷിക്കുകയാണ് എന്ന് പറഞ്ഞ് അവർ നീട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് എല്ലാവരും ജയിലിന് പുറത്തിറങ്ങി. കോടതിയോട് അവർ പറഞ്ഞത് ഇനിയും അനേകം പേരെ അറസ്റ്റ് ചെയ്യാനുണ്ട്, അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ലെന്നാണ്. എന്നാൽ ആദ്യം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചവരടക്കം പല പ്രമുഖരും ഇപ്പോഴും പുറത്തുണ്ടെങ്കിലും ആരെയും അറസ്റ്റ് ചെയ്തതായി നമുക്കറിയില്ല. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ പുതുതായി ഒരാളെയും പ്രതി ചേർക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഇക്കഴിഞ്ഞ 6 മാസം അവർ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ടാവില്ല. അവരുടെ മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഉന്നതരായ ഈ കള്ളന്മാരൊക്കെ സുപ്രീം കോടതിയിൽ നിന്ന് പോലും ജാമ്യം നിഷേധിക്കപ്പെട്ടവരായതിനാൽ അവർ എത്രയും വേഗം ജയിലിൽ ഇറങ്ങണം. അതുകൊണ്ട് അവർക്കെതിരെയുള്ള കുറ്റപത്രം വൈകിപ്പിക്കണം. ഇപ്പോഴിതാ ഇവരെല്ലാം പുറത്തിറങ്ങി യഥേഷ്ടം സുഖജീവിതം നയിക്കുന്നു. അവരുടെ ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും ഇടയിൽ അവർ സുഖജീവിതം നയിച്ച് മുമ്പോട്ട് പോകുന്നു. അന്വേഷണം എപ്പോൾ തീരുമെന്നോ എപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുമെന്നോ ആർക്കും അറിയില്ല. ഇനിയിപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചാലും ഇവരാരും ജയിലിലേക്ക് പോവേണ്ട ആവശ്യമില്ല. വിചാരണ സമയത്ത് പോയി ശിക്ഷിച്ചാൽ മാത്രം പോയാൽ മതി. മാത്രമല്ല, കേസന്വേഷണത്തിൽ അത്യാവശ്യമായ പല റിപ്പോർട്ടുകളും ഇപ്പോഴും ഇവർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തെല്ലാം മോഷണം നടത്തി എന്നതിന് തെളിവ് ഇതുവരെ ഇവർക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴുള്ള സ്വർണ്ണപ്പാളികൾ ചെമ്പാണോ അതോ പഴയ സ്വർണ്ണപ്പാളി തന്നെയാണോ എന്ന് അന്വേഷിക്കാൻ ഭാവ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ കൊടുത്തിട്ട് ഇതുവരെ റിസൾട്ട് വാങ്ങാൻ താല്പര്യം കാണിച്ചില്ല. മോഷ്ടിച്ചെടുത്ത സ്വർണം എവിടെ പോയി എന്ന് അന്വേഷിച്ചിട്ടേയില്ല. മോഷണം മുതൽ കണ്ടെത്താതെ മോഷണം സ്ഥിരീകരിക്കാൻ നിയമപരമായി സാധ്യമല്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അന്വേഷണം അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നത് ഈ കള്ളന്മാരെ രക്ഷിക്കാനാണെന്ന് തീർച്ച. ഇനി അഥവാ എങ്ങനെയെങ്കിലും ഒരു കുറ്റപത്രം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാലും ഇനി സർക്കാരിൻ്റെ അനുമതി വേണം. സർക്കാർ രൂപീകരിക്കാൻ കുറഞ്ഞത് 1 മാസമെങ്കിലും എടുക്കും. ഇനി അഥവാ പുതിയ സർക്കാരാണ് വരുന്നതെങ്കിൽ ഈ റിപ്പോർട്ട് അംഗീകരിക്കണമെന്നുമില്ല. എന്ന് വെച്ചാൽ പുതിയ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരും. എല്ലാ അർത്ഥത്തിലും അയ്യപ്പനെ മോഷ്ടിച്ച കള്ളന്മാർക്ക് സുഖ സൗകര്യം ഒരുക്കിക്കൊടുത്ത് അവരെ രക്ഷിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇത് അട്ടിമറിക്കാൻ വേണ്ടി അവർ ഒരു കാര്യവുമില്ലാതെ കൊടിമര മോഷണം എന്ന പേരിൽ ഒരു ഉഡായിപ്പ് ശ്രമം നടത്തി. തന്ത്രിയുടെ കയ്യിൽ എങ്ങനെയാണ് വാജിവാഹനം കിട്ടിയത് എന്ന തെളിവുണ്ടായിട്ടും തന്ത്രിയെ കൊടുക്കാൻ വേണ്ടി വാജിവാഹനം മോഷ്ടിച്ചു എന്ന കള്ളക്കഥയുണ്ടാക്കി. കോൺഗ്രസ് ഭരണകാലത്ത് അന്നത്തെ ഭരണസമിതി കൊടിമരം പൊളിച്ച് നശിപ്പിച്ചു എന്ന പേരിൽ കള്ളക്കേസുണ്ടാക്കി. സോണിയാഗാന്ധിയുടെയും അടൂർ പ്രകാശിൻ്റെയും പേര് പറഞ്ഞ് പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ്സുകാരാണ് എന്ന് പറഞ്ഞു പരത്തി. ഇതിനെല്ലാം കുടപിടിക്കുകയായിരുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘം. അങ്ങനെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് സർക്കാരിനെതിരെയുള്ള ജനരോഷം തണുപ്പിച്ച് സകല കള്ളന്മാരെയും പുറത്തിറക്കി അവർ ആഘോഷം പൂർത്തിയാക്കിയിരിക്കുന്നു. അയ്യപ്പനെ കട്ടുമുടിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്ന് തെളിയിക്കാനുള്ള ജാഗ്രതയിലും വ്യഗ്രതയിലുമാണ് ഈ അന്വേഷണ സംഘം ഇപ്പോൾ.